ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലിമേഷ്. ഇന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ഇഷ്ടം പോലെ ചക്കയുള്ളൊരു ടൈമാണ്. ചക്ക വെച്ചിട്ട് എങ്ങനെ നമുക്ക് സോഫ്റ്റ് പുട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ചക്കയുടെ ഗുണഗണങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴിക്കാത്തവരായിട്ട് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. ചക്കയൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോഴും. എന്നാൽ ചക്കയുടെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കൂ. അത്രയും കിടിലൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. ചക്കപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 15 ചോളം എടുത്തിട്ടുണ്ട്. പഴുത്ത ചക്കയല്ല, അല്പം വിളഞ്ഞത്, അതായത് ഇച്ചിരി നിറം വന്ന ഒരു ചക്കയാണ്. ആ രീതിയിലുള്ള ചക്കയെ എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതാ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുതും, ഒരു പൊടിയുന്ന രീതിയിലുള്ള പരുവത്തിനെ ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. ഇതിലേക്ക് നമ്മളിനി അരിപ്പൊടി ഇട്ട് പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ, പുട്ടിന് മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കണ്ട, കാരണം ആ ചക്കയുടെ നനവും മാത്രം മതി ഈ പുട്ട് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പുട്ടിന് എങ്ങനെ കുഴയ്ക്കുന്നോ അതേ രീതിയിൽ ആ പരുവത്തിന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത പുട്ട് പൊടി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അപ്പം എന്താ, ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടുപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അരിപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പകരം ഗോതമ്പ് പൊടി, റവയൊക്കെ എടുക്കാവുന്നതാണ്. ഷുഗറുകാർക്ക് ഏറ്റവും നല്ല ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ആവി വരാൻ വേണ്ടിയിട്ട് പുട്ടുപൊടത്തി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിലേക്ക് ഫില്ല് ചെയ്യാം. നമ്മളിത് ആവശ്യത്തിനുള്ള പുട്ടിൽ ഫില്ല് ചെയ്യാനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി തേങ്ങയും വെള്ളവും ഈ പുട്ടുപൊടിക്കകത്ത് നമ്മൾ ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി അത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഇടയ്ക്ക് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മണമുണ്ട് ചക്കയുടെ. ഇത് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്ര വലിയ പാടുള്ള ഒരു റെസിപ്പിയില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയായത്. അപ്പം എന്ത് ഭംഗിയുണ്ട് കാണാൻ, നല്ല കളറും ഉണ്ട്. അപ്പം നമുക്ക് അടുത്തൊന്നും വയ്ക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളി ചക്ക സോഫ്റ്റ് പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പപ്പടമാണ് ഉപയോഗിക്കുന്നത്. പപ്പടം ഞാൻ വറുത്ത് വെച്ചേക്കുന്നത്. ആവശ്യക്കാർക്ക് പഴമോ കടലക്കറിയോ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ചൂട് ചായയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മധുരം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാം. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചൊന്ന് നോക്കാം നമുക്ക്. പപ്പടമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ഇച്ചിരി പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഴം ഇല്ലായിരുന്നു. അപ്പം പപ്പടം ഉള്ളതുകൊണ്ട് പപ്പടവും ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത്, പഞ്ചസാര ഇഷ്ടം താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കഴിച്ചു. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ നല്ല. ഇത് എനിക്കിപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയാനായിട്ട് തോന്നുന്നത്, നമ്മൾ
കപ്പ ഉണക്കിയിട്ട് പുട്ട് ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ ഒരു പിടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ രീതിയിൽ ഒരു പുട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് എന്ന് ഞാനിപ്പോൾ പറയാം. ഇതൊന്ന് കഴിച്ചിറക്കാതെ എങ്ങനെ ഞാൻ സംസാരിക്കും? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 3-4 ചക്കച്ചുളയായാലും മതി, നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നുള്ളൂ. അത്ര വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചക്കപ്പുട്ട് ഉണക്കപ്പുട്ട് ഉണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് അല്ല, ഇതിന് ചക്കയുടെ തന്നെ ടേസ്റ്റ് ഉണ്ട്. എന്തും വേണ്ടി ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. ഇനിയും വെറൈറ്റി വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ.